ഇനിയൊരു മടങ്ങിവരവുണ്ടാച്ചാൽ തിരിച്ചുപോക്കിന് ഞാൻ സമ്മതിക്കില്ല. തേച്ചു മടക്കി അച്ഛൻ്റെ ഷർട്ടുകൾ ഓരോന്നായി പെട്ടിയിലേക്ക് അടുക്കി വരുമ്പോഴേക്കും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. ഞാൻ മറുപടി പറയാതെ രംഗബോധമുള്ളൊരു മകളായി ഒതുങ്ങി നിന്നു. ഈ പല്ലവി സ്ഥിരമാണ്. ജനിച്ചിട്ട് ഇന്ന് വരെ അച്ഛൻ വന്നു പോകുമ്പോൾ അമ്മയുടെ നാവിൽ നിന്ന് അനുസരണയും ആവർത്തന വിരസതയും കൂടാതെ ഉതിരുന്ന വാക്കുകൾ. നീ പറഞ്ഞും കരഞ്ഞും മക്കളെ വിഷമിപ്പിക്കാണ്ടിരിക്കുക. അച്ഛൻ്റെ സാന്ത്വനിപ്പിക്കൽ എന്നെയും ഏട്ടനെയും കൂട്ടുപിടിക്കുക സ്ഥിരമാണ്. 3 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം വന്നു പോകുന്ന വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം പരസ്പരം ചെലവിട്ടിരുന്ന എനിക്ക് അച്ഛൻ ചിലപ്പോഴൊക്കെ അപരിചിതനായിരുന്നു. ഓരോ വട്ടവും പോവാറാവുമ്പോൾ അച്ഛൻ്റെ അതുവരെയുള്ള പ്രസരിപ്പുകളിൽ മങ്ങലേൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂട്ടുകാരികളുമായി സൗഹൃദം പങ്കുവെക്കുമ്പോഴും സ്വന്തം അച്ഛനെ സുഹൃത്തിനെ പോലെ കണ്ട് അത്രയും സ്വാതന്ത്ര്യത്തോടെ അവരും അച്ഛനുമായുള്ള വിശേഷങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാനൊന്നുമില്ലാത്തവളായി മാറിപ്പോവും. എന്ത് കാര്യസാധ്യത്തിനും അമ്മയെ ദൂതിനയച്ച് അച്ഛനിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു മകളായിരുന്നു ഞാൻ. ഒട്ടും പറ്റില്ലെങ്കിൽ ഇങ്ങ് വന്നേക്ക്, ഉള്ളുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഒരിക്കലും അമ്മ അച്ഛനോട് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇത്രയ്ക്കും അച്ഛനെ കാണാതിരിക്കാൻ അമ്മയ്ക്ക് പറ്റാത്ത എന്തുകൊണ്ടാണെന്ന്. നാട്ടിലേക്ക് വരുമ്പോൾ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ മാത്രം ബന്ധുക്കളെ കൊണ്ട് നിറയുന്ന പഴയ അംബാസിഡർ കാർ അച്ഛൻ തിരികെ പോകുമ്പോൾ ഞങ്ങൾ 3 പേരിൽ മാത്രമായി ചുരുങ്ങിപ്പോകുന്നത് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. നീരുന്തിയ കാലിന്റെ അവശത വകവയ്ക്കാതെ മുത്തശ്ശി പൊടി പിടിച്ച ഉപ്പുമാങ്ങ ഭരണികൾ അറയിൽ നിന്നെടുക്കുന്നത് കാണാം. അച്ഛൻ്റെ വരവറിയിക്കുമ്പോൾ പുളിയിറുമ്പും വെള്ളക്കറയും പറ്റിച്ചേർന്ന പച്ച മാമ്പഴങ്ങൾ ഒന്നൊന്നായി അടർത്തിയിടാൻ ഏട്ടനോടൊപ്പം മുത്തശ്ശിയും കൂടുമെന്ന് തോന്നും ഉത്സാഹം കണ്ടാൽ. ഡോറ് തുറക്കുമ്പോൾ പെട്ടികളുടെ എണ്ണവും അളവും എടുത്തു നിൽക്കുന്ന ചിറ്റമ്മമാരെ കണ്ട് അച്ഛൻ എപ്പോഴും പുഞ്ചിരി മാത്രമേ ഉള്ളൂ. പുഞ്ചിരി കണ്ണീരായി മാറുന്നു ഞങ്ങൾ മക്കളെ ചേർത്ത് പിടിക്കുമ്പോഴായിരുന്നു. നിന്റെയൊക്കെ ഉടയന്മാര് വെളിയിൽ നിന്ന് വരാറുണ്ടല്ലോ, അപ്പൊ പൊരയിന്ന് തലവട്ടം കാണിക്കാത്തതുങ്ങളാ. ഇവ നിങ്ങളുടെ ഏട്ടൻ മാത്രല്ല, ഇവളുടെ ഭർത്താവ് കൂടിയാ. അവർക്കുള്ളത് നീക്കി വെച്ചിട്ട് മതി. പെൺമക്കളെ ഇരുത്തി നോയിക്കൊണ്ട് ആകെയുള്ള മരുമകളുടെ കൂടെ നിൽക്കുന്ന മുത്തശ്ശിയെ ഈ സമയമാണ് കാണാറാവുന്നത്. എന്തിനും ഏതിനും അമ്മയുടെ അടുക്കളയിലെയും പുറംപണികളിലെയും ശ്രദ്ധയില്ലായ്മയെ പറ്റി മുറുമുറുത്തുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിക്ക് പെൺമക്കൾക്ക് മുമ്പിൽ മരുമകൾ മകളേക്കാൾ പ്രിയപ്പെട്ടതാവുന്നത് ഇന്നും ഒരു രഹസ്യമാണ്. ചില മാറ്റേറിയ വാത്സല്യങ്ങൾ എപ്പോഴും നരപൂണ്ട ചിപ്പിക്കുള്ളിൽ ഒളിച്ചു വെക്കാൻ മുത്തശ്ശിക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. 3 വർഷങ്ങൾക്കിടയിൽ മാത്രമായി വരുന്ന അതിഥിയായി മാറിപ്പോയിരുന്നുവെങ്കിലും അച്ഛൻ്റെ കഴിഞ്ഞ വരവിലെ ഓർമ്മകൾക്ക് ഓരോ വരവിലും മിനുസമേറും. കഴിഞ്ഞ പ്രാവശ്യം ഇവൾക്ക് മുട്ടമ്മലല്ലായിരുന്നു, അതിനെ മാറ്റി. അച്ഛനെ അടുത്ത് വിളിച്ചിരുത്തി അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയുടെ മുഖം അത്ഭുതം കൊണ്ട് വിടരും, ഒപ്പം എൻ്റെയും. നിങ്ങൾക്ക് അത് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അതായിരുന്നു കുറച്ചുകൂടെ ചേർച്ച എന്ന് പറഞ്ഞ് അച്ഛൻ ചെവിയിൽ വീണെടുക്കുന്ന മുടിയോരോന്നും പുറകിലേക്ക് ഒതുക്കി വെക്കും. പിറ്റേ ദിവസം മുതൽ വീട്ടിൽ നിന്ന് എവിടേക്ക് ഇറങ്ങിയാലും അച്ഛനോടൊരു വാക്ക് പറയണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ്. ഇടവേളകളിൽ മാത്രം വീണ്ടും ആവർത്തിച്ചു തുടങ്ങുന്ന ശീലങ്ങൾക്ക് തുടക്കത്തിൽ കൈപ്പിഴ സ്വാഭാവികമെന്ന പോലെ പലപ്പോഴും ഞാനും ഏട്ടനും അത് മറന്നു പോവാറുണ്ടായിരുന്നു. അതൊന്ന് പഴകി വരുമ്പോഴേക്കും അച്ഛൻ വിശ്രമഘട്ടം കഴിഞ്ഞ് പറമ്പിലും വരമ്പത്തും പണിക്കാരോടൊപ്പം അവരിൽ ഒരാളായി കൂടിയിരിക്കും. പ്രവാസിയിൽ നിന്ന് സ്വദേശിയിലേക്കൊരു കൂടുമാറ്റം. വീട്ടിലുള്ളപ്പോഴെങ്കിലും വെറുതെ ഇരുന്നൂടെ എന്ന ചോദ്യത്തിനൊരു ഉത്തരമുണ്ടാവും. വെറുതെ ഇരുന്നാൽ ശരീരം തടിക്കും, മനസ്സും മടിക്കും, പിന്നെ ഇവിടം വിട്ട് വീണ്ടും പോകാൻ പ്രയാസ. നമ്മളേക്ക് വിട്ട് എങ്ങനെയാണ് അച്ഛൻ ഒറ്റയ്ക്ക് അവിടെ കഴിയാൻ തോന്നുന്ന തോന്നൽ ശക്തമാവുമ്പോൾ ഏട്ടനോടാണ് ചോദിക്കുക. നിന്നെ കാരണം തന്നെ, പെൺകുട്ടിയല്ലേ, കൈപിടിച്ചേർക്കണ്ടേ? എനിക്കൊരു അനിയമതിയായിരുന്നു. അല്ലെങ്കിലും അവൻ എൻ്റെ വിഷമം കണ്ട് രസിക്കുന്നതിൽ പര ആനന്ദം വേറെയില്ല. അത് കേൾക്കുമ്പോൾ അച്ഛൻ അമ്മയോട് ഉറക്കെ പറയും, മൂത്തത് മകനാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമല്ല, കൊള്ളി വെക്കാൻ ഒരാളായാൽ മതിയോ? ജോലിയില്ല, പഠിക്കണമെന്ന വിചാരമില്ല. എൻ്റെ പെൺകൊച്ചിനെ ഓർക്കുമ്പോഴാ ഒരു സമാധാനം. അത് കേൾക്കുമ്പോൾ ഏട്ടൻ്റെ മുഖത്ത് വിരിയുന്ന ജാളിത കാണുന്നതിൽ പരം എനിക്കും വേറെ ഒരു സുഖമില്ലെന്ന് തന്നെ പറയണം. വരവിൻ്റെ പുതുമയൊഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത് പങ്കുവെച്ച് വരുമ്പോഴേക്കും അമ്മക്കുള്ള വീതം ശൂന്യമായിരിക്കും. ഒഴിഞ്ഞ പെട്ടി അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തടിയലമാരക്കുള്ളിലേക്ക് കടത്തി വെക്കുമ്പോൾ അമ്മ ചിരിക്കും. എന്തിനായിരുന്നു അത് എന്നറിയുന്നത് തിരികെയുള്ള യാത്രയിൽ അതേ പെട്ടിയിൽ അച്ഛന് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വെച്ച് പൂട്ടുമ്പോഴാണ്. അച്ഛനിൽ അമിതമായി അമ്മ വിധേയത്വം കാണിക്കാതിരിക്കാൻ ഒരുപക്ഷെ അമ്മയ്ക്ക് ആളധികം കരുതൽ അച്ഛനായിരുന്നിരിക്കണം. ഒഴിഞ്ഞു മാറുന്ന അമ്മയെ പലതും പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച് പിറകെ നടക്കുന്ന അച്ഛൻ നിമിഷങ്ങൾക്കുള്ളിൽ മക്കളൊരു തെറ്റ് ചെയ്യുമ്പോൾ കാർക്കശ്യക്കാരനാവുന്നത് എങ്ങനെയെന്ന് ഇനിയും കിട്ടാത്ത ഉത്തരങ്ങളിൽ ഒന്നാണ്. ആ ദിവസങ്ങളിൽ അമ്മയുടെ നെറുകയിലെ സിന്ദൂരത്തിന് അധിക വർണ്ണമാണ്. അതിന്റെ പിന്നിലെ രഹസ്യമറിഞ്ഞത് അച്ഛന്റെ ചുംബൻ അമ്മയുടെ നെറുകയിൽ നിന്നും പതിയുന്നതിന്റെ അടയാളം മുറിക്ക് മറവിൽ നിന്ന് കണ്ടപ്പോഴായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെയാണ് അച്ഛനെ ഒത്തിരി നാൾ കാണാതെ ഇത്രയും അധികം സ്നേഹിക്കാൻ കഴിയുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, നീ ഒരു പ്രവാസിയെ വിവാഹം കഴിക്കുമ്പോൾ മനസ്സിലാവിടി. ഞാനൊരിക്കലും ഒരു പ്രവാസിയെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ. ആദ്യം 10ാം ക്ലാസ് പാസ്സാവടി കുട്ടിത്താറാവേ എന്ന് ഏട്ടൻ തലക്കിട്ട് കൊട്ടിയപ്പോഴാണ് അച്ഛനും അമ്മയും എന്നെ മറുപടിയിൽ അന്തിച്ചിരിക്കുന്നത് കണ്ടത്. വെറുതെ അല്ല, ഇവള് മാനത്ത് മിന്നലടിക്കുമ്പോൾ എൻ്റെ മുറിയിലോട്ട് വലിഞ്ഞു കയറുന്നു. ഞാനും ഒന്നും അറിയില്ലെന്നാ വിചാരം. ഇവള് പേടിത്തോണ്ടിയാച്ചാ, ഒറ്റയ്ക്ക് രാത്രി വെക്കാൻ പേടിയാ. കല്യാണം കഴിക്കുന്നതിൻ്റെ ഇവിടെ പ്രധാന കാരണം ഇടിമിന്നലാ. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ കൂടെ പിറപ്പുകളായി ജനിക്കുന്നതെന്ന് പറയുന്നത് എത്ര ശരിയാണ്.
കയ്യിൽ കിട്ടിയ കല്ലുമെടുത്ത് അവന്റെ തല ലക്ഷ്യമാക്കി ഓടുമ്പോൾ അച്ഛനും അമ്മയും തലയറിഞ്ഞ് ചിരിക്കുന്നത് കാണാം. ഇത്രയും വലിയ പെണ്ണായിട്ടും അവളുടെ നെകളിപ്പിന് കുറവൊന്നുമില്ലെന്ന് അമ്മ പറയുമ്പോൾ മുറ്റിയ മുരിങ്ങ പോലെയല്ലോ നിന്റെ മോൻ, അവനാദ്യം നിലക്ക് നിർത്തുന്ന അച്ഛന്റെ ശബ്ദവും ഉയരും. ദിവസങ്ങൾ ഓരോന്നായി പുസ്തകത്താളുകൾ വിരൽ കൊണ്ട് മരിക്കും പോലെ കടന്നു പോകുന്നത് എത്ര വേഗമാണ്. അച്ഛൻ ഓരോ വട്ടവും മടക്കയാത്രയ്ക്കായി ഇറങ്ങുമ്പോൾ ഒരു വേള അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞാലും അമ്മയുടെ കണ്ണ് നിറയാറില്ല. ഒരു പുരുഷൻ വീടിന് പുറത്തേക്ക് ഒരു ദൂരയാത്ര പോകുന്നത് പെണ്ണിന്റെ കണ്ണീര് കണ്ട ആവരുതത്രേ. മുത്തശ്ശിയുടെ വാക്കുകൾക്ക് പതിവിലും വന്ന് ശൗര്യമേറും. അത് മരുമകൾ കരയുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ടാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും അമ്മ കരയുന്ന കണ്ടിട്ടേയില്ല. അച്ഛൻ മടങ്ങിപ്പോകുന്ന ദിവസങ്ങളിലെ ഓരോ രാത്രികളിലും അത്താഴം വിളമ്പുമ്പോൾ അമ്മയുടെ മുഖം നനഞ്ഞു വീർത്തിരിക്കുന്നത് കാണാറുണ്ട്. അന്നത്തെ അത്താഴം എല്ലാവർക്കും നിർബന്ധമാണ്. ഇഷ്ടമല്ലെങ്കിലും ഒരു വറ്റ് കഴിച്ചിരിക്കണം. അത്താഴ പഷ്ണി കിടന്നാൽ അച്ഛനാണ് ദോഷമെന്ന തത്വം വേറെയും. ഈ തത്വങ്ങളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നമ്മുടെ വൈഷമ്യങ്ങളുടെ പാരമ്യതയെ ലഘൂകരിക്കാൻ പോകുന്നതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓരോ പ്രമാണങ്ങൾക്ക് പിന്നിലും ഒന്നുകിൽ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ വൈകാരികമായൊരു സത്യം മൂടപ്പെട്ടിട്ടുണ്ടാവും. ഓരോ വട്ടവും ടെലിഫോണിലൂടെ അച്ഛൻ്റെ സ്വരം കാതിലെത്തുമ്പോൾ പിന്നണി ഗാനം പോലെ ഓരോ മെഷീനുകളുടെയും വണ്ടികളുടെയും ഇരമ്പലുകൾ ചെവിയിലടിക്കും. ഫോൺ വിളിക്കുന്നത് ഏതോ കെട്ടിടത്തിന്റെ എണ്ണമറ്റാത്ത നിലയിൽ നിന്ന് പണി ചെയ്യുമ്പോഴാണെന്ന് അച്ഛൻ പറയാതെ തന്നെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം അറിയാതെ അമ്മയുടെ കൈ താലിയിൽ മുറുകുന്നത്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മയിൽ നിന്ന് വഴക്ക് കേൾക്കുന്ന അച്ഛൻ തന്നെയാണ് തിരിച്ചു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്നെയും ഏട്ടനെയും വഴക്ക് പറയാറുണ്ടാവുക. കാലചക്രം ഓരോ ഭ്രമണങ്ങളായി പൂർത്തിയാക്കുമ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്നിൽ അവശേഷിക്കപ്പെട്ടിരുന്നു. അകലങ്ങളിൽ പോലും സ്നേഹത്തിനും വാത്സല്യത്തിനും ശാസനകൾക്കും കരുതലിനും ഇത്രയും ശക്തിയും ഊർജവും ഉണ്ടാവുമോ? അറിയയില്ലാത്തതിൻ്റെ വേദനയുടെ മുറിവുകളെ ഒരിക്കൽ സമ്മാനിച്ച ഓർമ്മകൾക്ക് തഴുകിയുണക്കാൻ സാധിക്കുമോ? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയത് ഒരിക്കൽ എൻ്റെയും കഴുത്തിലൊരു പ്രവാസിയുടെ താലി വീണപ്പോഴായിരുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തില്ല എന്ന വെറും വാക്കുകളേക്കാൾ ഓർക്കുമ്പോൾ സ്വയം സുഖം പകരുന്ന ഓർമ്മകൾ നൽകിയത് പ്രവാസിയുടെ ഭാര്യയായപ്പോഴായിരുന്നു. വാങ്ങിക്കൂട്ടുന്ന സമ്മാനങ്ങൾ മുഴുവൻ ഞങ്ങളുടെ പുഞ്ചിരിക്കായി പകുത്തു തരുമ്പോൾ അതിൽ അവർക്ക് വേറെ നിർവൃതിയുമില്ലെന്ന തോന്നലാണ്. നാട്ടിൽ വന്നാലും ഡോർമെറ്ററിലെ പല ജില്ലകളിലെയും പല ദേശത്തെയും സുഹൃത്തുക്കളെ ആവേശത്തോടെ വിവരിക്കുമ്പോൾ ഇപ്പോഴും മനസ്സ് നാട്ടിലേക്ക് എത്തിയിട്ടില്ലെന്ന് തോന്നും. അവിടെ തിരികെ എത്തി വിളിക്കുമ്പോൾ ഫോൺ പിടിച്ചു വാങ്ങിയ ഓരോ ഇക്കമാരും ഓരോ ഇച്ചായന്മാരും ഓരോ ഏട്ടന്മാരും പറയുന്നതോ, പെങ്ങള് ദേഹം മാത്രമേ ഇവിടെയുള്ളൂ, ദേഹി ഇപ്പോഴും പെങ്ങളുടെ അടുത്താട്ടോ. ഒരു കുടിസുമുറിയിൽ ഒന്നിനുമേലൊന്നായി ഗീതയും ഖുറാനും ബൈബിളും വെച്ചിരിക്കുന്ന ദൃശ്യം കാണുമ്പോഴേ മനസ്സിലാക്കാറുണ്ടായിരുന്നു മതഭേദത്തിനോട് എന്തിനാണ് ഇത്ര പുച്ഛമെന്ന്. ഇടയ്ക്കൊരു വരവ് വീട്ടിലേക്ക് പോയപ്പോഴായിരുന്നു ഏട്ടൻ്റെ വക കളിയാക്കൽ. ആഹാ, ഒറ്റയ്ക്ക് കിടപ്പ് പേടിയുള്ള ആളായിരുന്നല്ലോ. പെങ്ങളെ, എൻ്റെ അളിയും പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും? പതിവായുള്ള അച്ഛൻ്റെ രക്ഷപ്പെടുത്തൽ വീണ്ടും എത്തി. കൂടെ ഇല്ലെങ്കിൽ എൻ്റെ മോളുടെ ഉള്ളിലേ അവൻ അവൾക്കായിട്ടൊരു കൂട്ട് കൊടുത്തിട്ടുണ്ട്. നീ ഒന്ന് സൂക്ഷിച്ചോ. ഈ കണക്കിന് പോയാൽ പിറന്നു വീഴുമ്പോൾ അവൻ്റെ അമ്മാവിൽ തന്നെ അവൻ ചെണ്ടോട്ട് പഠിക്കും. ഇതൊക്കെ എപ്പോഴെന്ന് അന്തം വിട്ട് ഏട്ടൻ എന്നെ നോക്കുമ്പോൾ രണ്ട് പ്രവാസികളും കൂടി എൻ്റെ ഇടം വലം നിന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം പോയി MSc തോറ്റ പേപ്പർ എഴുതിയെടുക്കാൻ നോക്കി ഏട്ടാ എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മറഞ്ഞു കിടക്കുന്ന എന്നിലെ പ്രതികാരദാഹി ഉണർന്നിരുന്നു. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാ അകന്നിരുന്നാലും അമ്മയ്ക്കും അച്ഛനും ഇത്രയും സ്നേഹിക്കാൻ കഴിയുന്നെന്ന് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ സംശയത്തോടെ അച്ഛനെയും അമ്മയെയും നോക്കി നിൽക്കുന്ന മകളിൽ നിന്നും അതിനുത്തരം കിട്ടിയ ഭാര്യയായി ഞാൻ എൻ്റെ പ്രവാസിയെ നോക്കുന്നുണ്ടായിരുന്നു. കാതിലും കണ്ണിലും പതിയുന്ന ദൃശ്യാനുഭവങ്ങളേക്കാൾ ഹൃദയത്തിൽ പതിയുന്ന ജീവിതാനുഭവങ്ങളുടെ സുഖം.